നല്ലൊരു ഫീൽ ഗുഡ് മൂവിയാണ്. വർഷങ്ങൾക്ക് ശേഷം ഒരു കമ്മിങ് ഓഫ് ഏജ് ഡ്രാമയാണ് ഈ സിനിമ. ഒരു 19 വർഷകാലത്തെ രണ്ടുപേരുടെ സൗഹൃദവും അവർ തമ്മിലുള്ള സിനിമാ ജീവിതവും ഒക്കെയാണ് സിനിമ ചർച്ച ചെയ്തു പോകുന്നത്. ആൻഡ് നമ്മൾ ട്രെയിലർ കണ്ടിട്ടുള്ള നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ തന്നെയാണ് സിനിമ മുഴുവനായിട്ടുള്ളത്. ആൻഡ് ടു ബി ഹോണസ്റ്റ് ഇതൊരു പക്കാ ക്രിഞ്ചാണ്. സിനിമ കാണിക്കുന്ന ഒട്ടുമിക്ക ഒരു 80% സാധനങ്ങളും ക്രിഞ്ചാണ്. പക്ഷെ അത് നമ്മൾ ഫീൽ ചെയ്യിപ്പിക്കാത്ത രീതിയിൽ നമുക്ക് രസകരമായിട്ട് നമുക്കിങ്ങനെ കണ്ടിരിക്കാൻ പറ്റുന്ന രീതിയിലാണ് മേക്കിങ്ങിൽ രസമുള്ളത് കൊണ്ട് ഈ സിനിമ അങ്ങനെ ബ്ലെൻഡായി പോകും. അല്ലാതെ നോക്കിയാൽ ഒരുപക്ഷെ വിനീതല്ല ഇത് സംവിധാനം ചെയ്യുന്നതെങ്കിൽ ഒരുപക്ഷെ ഇത് ഒരു വൻ ക്രിഞ്ച് പടമായിട്ട് മാറാൻ സാധ്യതയുള്ള ഒരുപാട് എലമെൻറ്റ്സ് സിനിമയിലുണ്ട്. ആൻഡ് സിനിമയുടെ പ്രത്യേകത ഇങ്ങനെ തന്നെയാണ് സിനിമ എടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ആൻഡ് ഇറ്റ്സ് ലൈക്ക് എ മോക്യുമെൻ്ററി. ഒരു പക്കാ മോക്യുമെൻ്ററി കാണുന്ന പോലെ, അല്ലെങ്കിൽ പല സീക്വൻസുകളിലും പല സ്ഥലങ്ങളിലും ഒരു 10-50 വർഷക്കാലത്തെ മലയാള സിനിമ എന്ന് മാത്രമല്ല ഇന്ത്യൻ സിനിമയും മുഴുവനായിട്ട് ഊക്കുന്ന ഒരു പടമാണ്. അതിപ്പോൾ ഇന്ന സാധനങ്ങളിൽ നിന്നില്ല. അതിപ്പോൾ അതിൽ അഭിനയിക്കുന്ന ടെക്നീഷ്യൻസ് മുതൽ ചായ കൊടുക്കുന്ന ആൾക്കാർ വേറെയും, ഇപ്പോൾ പുറത്തുള്ള ഇപ്പോൾ റിവ്യൂവേഴ്സും സിനിമ കാണുന്ന ഓഡിയൻസും എന്നിങ്ങനെ എല്ലാ സിനിമയായിട്ട് ബന്ധപ്പെട്ടിട്ട് എല്ലാവർക്കിട്ടും നല്ല ഊക്കിൽ സിനിമ കൊടുക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെ തന്നെ ഹ്യൂമറോടെ കലർത്തി നല്ല നീറ്റായിട്ട് തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട് സിനിമയിൽ. ആൻഡ് ഇറ്റ്സ് ലൈക്ക് എ മ്യൂസിക്കൽ മൂവി. ഒരു ടിപ്പിക്കൽ വിനീത് ശ്രീനിവാസൻ ഫോർമാറ്റിൽ തന്നെയാണ് ഈ സിനിമ. അതുകൊണ്ട് അതിൻ്റെ ഞാൻ ഈ പറഞ്ഞ പോലെ മ്യൂസിക്കലായിട്ട് ഈ സിനിമ ട്രീറ്റ് ചെയ്തിരിക്കുന്ന വിധവും അതിൻ്റെ എക്സിക്യൂഷനും അതിലുള്ള ഒരു വലിയ കാസ്റ്റ് ലിസ്റ്റും ഒക്കെ തന്നെ ആ സിനിമയുടെ അതേ പാറ്റേൺ ഫോളോ ചെയ്യുന്നതാണ്. ആൻഡ് ഈ സിനിമ ഒരു സിനിമയ്ക്കകത്ത് കണ്ടൊരു ഫീൽ നൽകുന്നുണ്ട്. ഇപ്പോൾ സാധാരണ എനിക്കങ്ങനെ തോന്നാറില്ല, ഞാനങ്ങനെ പറയാറില്ല. പക്ഷേ ഇതിൻ്റെ ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും വേണമെങ്കിൽ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോൾ ഇൻ്റർവെല്ലിൽ എഴുതി കാണിച്ചിട്ടില്ലെങ്കിൽ ഒരു പക്ഷേ ഞാൻ പടം കഴിഞ്ഞെന്ന് വിചാരിച്ചിട്ടുണ്ടാവും. ഞാൻ മാത്രമല്ല ഒട്ടുമിക്ക എല്ലാവരും തന്നെ. കാരണം ഒരു നല്ല തുടക്കം, നല്ലൊരു ക്ലോഷർ അവിടെ തന്നെ ഉണ്ട്. ദെൻ സെക്കൻഡ് ഹാഫ് തുടങ്ങി അവസാനിക്കുമ്പോഴും അതും സെപ്പറേറ്റ് ഒരു മൂവി ആയിട്ട് വേണമെങ്കിൽ ഇറക്കാൻ പറ്റുന്നൊരു പോലെയാണ് ഇത് എടുത്തു വെച്ചിട്ടുള്ളത്. ആൻഡ് ഭയങ്കര ലെങ്ത്തുള്ളൊരു മൂവിയാണ്. അറൗണ്ട് ഒരു 3 hour റൺ ടൈം ഉണ്ട്. സോ പക്ക ഒരു 1.5 മണിക്കൂറിന് 2 സിനിമകൾ കണ്ട ഒരു ഫീലായിരിക്കും. ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കണ്ടാൽ നമുക്ക് തോന്നുന്നു. പക്ഷേ ഇറ്റ്സ് എ കമ്മിങ് ഓഫ് ഏജ് എന്ന രീതിയിൽ നല്ല രീതിയിൽ സിനിമ ട്രീറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു 19 വർഷക്കാലത്തെ ഇവരുടെ ആ ഒരു ജേണി മുഴുവനായിട്ട് ക്യാപ്ചർ ചെയ്ത് അതിപ്പോൾ ടൈം പീരീഡ് ഒരുപാട് ഇങ്ങനെ കവർ ചെയ്ത് പോകുന്നുണ്ട് സിനിമയിൽ. പക്ഷേ ഇവർ തമ്മിലുള്ള ഇമോഷൻസൊന്നും എനിക്ക് അത്ര അങ്ങനെ ക്യാപ്ചർ ആയിട്ടില്ല. അത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ മാത്രമാണ്. പക്ഷേ സിനിമാറ്റിക് വൈസ് ഞാൻ ഈ പറഞ്ഞ പോലെ ക്രിഞ്ച് എലമെൻറ്റ്സ് ഉണ്ടെങ്കിലും അതിനെ ബ്ലെൻഡ് ചെയ്തിരിക്കുന്ന വിധം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ ഈ രീതിയിലുള്ള ആ ഒരു മോക്യുമെൻ്ററി ടൈപ്പ്. ദെൻ ഒരു പോയിന്റ് എത്തിക്കഴിയുമ്പോൾ നിവിൻ്റെ ഒരു എൻട്രി ഉണ്ട്. ആളെ തന്നെ ആൾ ഊക്കുന്നുണ്ട്. ദെൻ അങ്ങനത്തെ കുറേ കിടില സാധനങ്ങൾ നിവിൻ ചെയ്യുന്നുള്ളതുകൊണ്ട് ഈ ഒരു ട്രിബ്യൂട്ട് പോലെ എനിക്ക് ഫീൽ ചെയ്തു ഒരു സിനിമ. കുറച്ച് കാലങ്ങളായിട്ടുള്ള മലയാള സിനിമയ്ക്ക് അതിൻ്റെ മാറ്റങ്ങളെയും പ്രേക്ഷകരുള്ള മാറ്റങ്ങളെയും സിനിമ അഡാപ്റ്റ് ചെയ്യാത്ത വിധങ്ങളെയൊക്കെ കൂടി വെച്ച് മോക്ക് ചെയ്യുന്ന ഒരു പക്കാ ട്രിബ്യൂട്ട് ഇന്നത്തെ കാലത്തെ സിനിമ എടുക്കുന്ന ആൾക്കാർക്കും സിനിമ കാണുന്ന ആൾക്കാർക്കൊക്കെ വേണ്ടിയിട്ടുള്ളൊരു സിനിമയായിട്ട് എനിക്ക് തോന്നി. ഒരു സോഷ്യൽ അവയർനെസ് കൊടുക്കുന്ന പോലെ ഈവൻ സോഷ്യൽ മീഡിയ അടക്കം മോക്ക് ചെയ്യുന്നുണ്ട്. സോ മാറുന്ന സിനിമയും മാറാത്ത പ്രേക്ഷകരും അല്ലെങ്കിൽ മാറാത്ത ഫിലിം മേക്കേഴ്സിനൊക്കെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂക്കിയിട്ട് ഒരു വെറൈറ്റി ഫീൽ നൽകുന്ന, അധികം നമ്മളിങ്ങനെ കണ്ടിട്ടില്ലാത്ത ഒരു സ്റ്റോറി ലൈനാണെങ്കിലും ഞാൻ ഈ പറഞ്ഞ പോലെ ചില ക്രിഞ്ച് മൊമെൻറ്റ്സ് മാത്രം ഒഴിച്ചു നിർത്തിയാൽ ഒരു നല്ല ഫീൽ ഗുഡ് അനുഭവം തന്നെയാണ് എനിക്ക് സിനിമ സമ്മാനിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിതൊരു മസ്റ്റ് വാച്ച് ഐറ്റം എന്ന് ഞാൻ ഒരിക്കലും പറയരുത്. ഒരു പക്ഷേ നിങ്ങളിപ്പോൾ OTT-ലൊക്കെയാണ് കാണുന്നതെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഓടിച്ചു വിട്ടിട്ടായിരിക്കും സിനിമ കാണുക. അങ്ങനെ കണ്ടാലും ഈ സിനിമയുടെ ഈ ഒരു ഫീൽ കിട്ടില്ല. ഒരുപക്ഷെ തിയേറ്ററിൽ ക്രൗഡ് ഫിൽഡ് ആയിട്ടുള്ള തിയേറ്ററിൽ ഇരുന്ന് കാണുമ്പോൾ ഉള്ള ഹ്യൂമർ വർക്കൗട്ട് ആവുന്നത് പോലെ ഒരുപക്ഷെ OTT-യിൽ നിന്ന് വർക്കൗട്ട് ആവണമെന്ന് ഒരു ഉറപ്പുമില്ല. അതുകൊണ്ട് തന്നെ ഈ സിനിമ ആസ്വദിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ പോയി കാണണം എന്നാണ് എനിക്ക് പേഴ്സണലി പറയാനുള്ളത്. സോ ഇപ്പോൾ കണ്ടതിൻ്റെ ഒരു പകുതി പോലും നമുക്ക് ഒരു പക്ഷേ വീട്ടിലിരുന്ന് കാണുമ്പോൾ ഒറ്റയ്ക്കിരുന്ന് കാണുമ്പോൾ കിട്ടില്ല. സോ ഒരു നല്ല ഫീൽ ഗുഡ് എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് ഈ സിനിമ തിരഞ്ഞെടുക്കാം എന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. അത് മലയാളത്തിലെ മറ്റൊരു മികച്ച ഒരു ബ്ലോക്ക് ബസ്റ്റർ ഐറ്റം എന്നൊന്നും എനിക്ക് പേഴ്സണലി തോന്നിയില്ല. എനിക്കൊരു ഡീസൻ്റ് ആയിട്ടുള്ള നല്ലൊരു ഫീൽ ഗുഡ് അനുഭവമാണ് നൽകിയത്. സോ ഈ സിനിമ കണ്ടവരുണ്ടെങ്കിൽ സിനിമയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. നന്ദി.